വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഏഴാമത്തെ എപ്പിസോഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ കുറച്ച് ഓഫ്ലൈനിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു അത്ഭുതം സംഭവിച്ചത്. 2 ചെറിയ ബ്ലൂസിന്റെ മരം കിളിച്ച്, പക്ഷെ കിളിച്ചതോ ഒരു വലിയ വാതിൽ പോലെ കിളിച്ച്. എന്തോ സംഭവിച്ചെന്ന് എനിക്കറിയാൻ വയ്യ, എന്തായാലും സംഭവിച്ചു. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിപ്പോൾ തന്നെ അത് കണ്ട ഞാൻ നിങ്ങളുടെ ഓൾറെഡി നിന്ന് ഗ്രൈൻഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ഗ്രൈൻഡ് ചെയ്ത് ഇവിടം വരെത്തി. ഇപ്പം എനിക്ക് നല്ലൊരു തീം തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ അകത്ത് കുറച്ച് വർക്ക് ചെയ്തു. നിങ്ങൾക്ക് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം ചെയ്തത് പുറത്തെ വർക്കാണ്, അതിന് ശേഷം ഞാൻ ചെയ്തത് അകത്തത്. ഇവിടുന്ന് ഇപ്പം അങ്ങോട്ട് പോയി ഇച്ചിരി പാടുണ്ട്, ഇപ്പം ഞാൻ പഠിച്ചിരിക്കുന്നത്. ഇതുണ്ടാ, ഇതാണ് നമ്മുടെ മെയിൻ റൂം. ഇവിടെ ഞാൻ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ ഇവിടെ 2 ലാൻഡേണൊക്കെ വെച്ച് ഇത് കണ്ടോ നിങ്ങൾ, നേരത്തെ താന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇത് ഒരു കയറാൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂ മാറാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ചുകൂടെ മണ്ടയിലോട്ടാക്കി. എന്നിട്ട് വേണ്ട ഇവിടെ ഇവിടെ ഒരു ലീഫൊക്കെ വെച്ച്, ലീഫ് ഷീറ്ററൊക്കെ വെച്ച് ഇപ്പോൾ ഒരു ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങോട്ട് തന്നെ നമ്മൾ പിന്നെ നമ്മളിവിടെ ചിട്ടിയിൽ വെച്ചായിരുന്നു. ചിട്ടിയിൽ നമ്മുടെ ഇത് പക്ഷേ എനിക്കൊരു ഇഷ്ടമാണ് പറയാൻ ചിട്ടിയില്ല, കാര്യം റോബോട്ടാണല്ലോ. പിന്നെ അത് പറയാൻ വെച്ച് കഴിഞ്ഞാൽ അവനെ കാണാനില്ല. കഴിച്ച് എന്ത് സംഭവിച്ചു നിൽക്കുക നിങ്ങൾ പറ, കമൻറ്റ് ചെയ്യും. ഒരു പച്ച കളറിലായി നമ്മുടെ ചെസ്റ്റ്. എന്നാണ് ചെസ്റ്റ് എടുത്ത് ഇവിടെ വെച്ച് അവരെ കാണാനില്ല. പക്ഷെ പിന്നെ എന്തോന്നറിയാൻ വയ്യാവും, ഞാൻ ഒന്നും ചെയ്യാനില്ല. അതൊക്കെ പൊട്ടിച്ച് കായത്തൊരു വെച്ച് ഇവിടെ ചിലവുണ്ട്. അപ്പം നമുക്കിത് ചെയ്യാനുള്ള പണി മുഴുവൻ പുറത്താണ്. ഇതായിരിക്കും നമ്മുടെ മെയിൻ ആദ്യത്തെ റൂം. ഇവിടെ നമ്മൾ ഒരു ബെഡ് ഇരിക്കും എപ്പോഴും, നമുക്ക് നടങ്ങാൻ ഇവിടെ വന്ന് അടയ്ക്കും. ഇത് ഞാൻ പിന്നെ മാക്സിമം ചെയ്ത് ഞാൻ അവിടെ മാത്രമേ ലാൻഡും വെച്ചിട്ടുള്ളൂ ഗൈസ്. കാര്യം പിന്നെ മലയുടെ കാരണം ഞാൻ ചാടി തന്നെ കയറണം ഗൈസ്. ഇച്ചിരി പാടാ കാര്യം ഇവിടെ ഒന്നുമില്ല. ഞാനിവിടെ ഒരു ചെറിയ പാന വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ ടോർച്ച വെച്ചേക്കണം. ഇത് നമ്മുടെ വേറെ റൂമായിരിക്കും. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റോറേജ് ആക്കാനാ. ഇവിടുന്ന് കയറാൻ ഇച്ചിരി പാടാണല്ലോ. പിന്നെ ഇത് വേറെ റൂം. ഇതെന്തു ആക്കണമെന്ന് ഞാൻ ഇവിടെ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് തീരുമാനം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഇവിടെ കണ്ടോ ഒരുപാട് കുഴി എടുത്ത് വെച്ചേക്കുന്നത്. എൻ്റെ കാര്യം നല്ല ഐഡിയ ഉണ്ട് ഗൈസ്. ഞാനിവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ട് പരിപാടി. അവിടെ ഒരു കടലും ഉണ്ട്, ഇവിടെ കുറേ വാട്ടർ കേവും ഉണ്ട്. നിങ്ങൾ ചിലവരൊക്കെ ഇപ്പം തന്നെ കത്തി കാണും. മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് പൊട്ടിയെന്ന് സമയം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞാൻ ഇപ്പം കുഴി ഉണ്ടാക്കിയില്ലേ, ഇതിനെല്ലായിടത്തും ഞാൻ വെള്ളം നിറയ്ക്കും. എന്താ പറയുക, ഒരു വാട്ടർ കേവിൻ്റെ മണ്ട ഉണ്ടാക്കി വെച്ചേക്കണൊക്കെ ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ചെറിയ കുഴിയെ അതിലോട്ട് വെക്കുന്നുണ്ട്. ആ രീതിയിൽ ഞാൻ ചെയ്യും. അപ്പോൾ ഇത് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിലാക്കി എടുക്കാൻ കഴിയും. ഒരു പ്രത്യേക ഭംഗി കിട്ടും. വെള്ളമില്ല നമുക്ക് നോക്കണ്ടല്ലോ, വെള്ളം ഒരുപാടുണ്ട്. ഞാൻ ഇപ്പോൾ ഈ താഴെ നിന്ന് കോപ്പറിന്ന് പൊട്ടിച്ചെടുക്കാതെന്നറിയാം. ഇതൊക്കെ ഇവിടെ ഇരിക്കണം, കുറച്ചൊക്കെ എനിക്ക് നല്ലൊരു വാട്ടർ കേവിൻ്റെ ഫീല് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള എന്തായാലും നമുക്ക് എല്ലാം പൊട്ടിച്ചോളണം. എന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു സ്റ്റെയർസ് വെച്ച് മണ്ടയിലോട്ടൊരു സ്റ്റെപ്പ് പോലെ. അപ്പം നമ്മുടെ ബേസിൽ നല്ല തീം വരും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു വലിയ സ്റ്റെപ്പ് ഇങ്ങോട്ട് വരും. ഇതിന് നടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നമുക്ക് നിൽക്കാൻ ഒരു പോർഷൻ ആയിരിക്കും. അല്ല നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതിന് മുമ്പേ നമുക്ക് ഉറങ്ങട്ട്. അവിടെ വെക്കണ്ടായിരുന്നു, കണ്ടതരം കാണിച്ച് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഉറങ്ങട്ടെ. ഇപ്പം എല്ലാവർക്കും മാക്സിമം എല്ലാം മനസ്സിലായി തോന്നുന്നു. ഇതാണ് എൻ്റെ ഐഡിയ. വേറെ ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല ഇതിനൊക്കെയത്. ഇത് 6x6 വരേണ്ടത്. ഞാനത് അത്ര ആക്കിയില്ല, ഞാൻ ആക്കാണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ചുകൂടെ പൊട്ടാറുണ്ട്. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ സെറ്റാകും. എന്നിട്ട് നമുക്കൊരു ഇൻഫിനിറ്റി വാട്ടർ ഇവിടെ തന്നെ ഉണ്ടാക്കണം ഗൈസ്. ഞാനൊരു ബക്കറ്റ് ഉണ്ടാക്കിയായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിലില്ല, ഞാൻ പോയി എടുക്കണം. എന്നിട്ട് പിന്നെ ഒരു പാർക്കൂർ ചെയ്യേണ്ടി വരും. നിങ്ങളത് കഴിവുകൊണ്ട് ഉണ്ടാ അതൊക്കെ നല്ല പാടായിരുന്നു ഗൈസ്. ഞാൻ പിന്നെ ചെയ്ത് പഠിച്ച് ഞാനൊരു അരമണിക്കൂർ 1 മണിക്കൂറത്തെ ഗ്രൈൻഡിങ്ങിൽ ഇത്ര ആക്കി എടുത്തത്. ഒരുപാട് ഫുഡ് വെട്ടേണ്ടി വന്നു. ഒരുപാട് ഞാൻ കാണിക്കുന്നത്. അങ്ങോട്ട് ഞാൻ ബക്കറ്റ് ഉണ്ടാക്കിയല്ലേ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് കൈ ഇരിക്കണോ? ഉണ്ടാക്കിയില്ലേ കഴിച്ച്? എനിക്ക് തോന്നി ഞാൻ ബക്കറ്റ് ഉണ്ടാക്കിയില്ലെന്ന്. പക്ഷെ അങ്ങനെ വരെ വഴിയില്ല, ഞാൻ ഉണ്ടാക്കിയതാ. ഇല്ലെന്ന് തോന്നുന്നു വയസ്സ്. പക്ഷെ ഇനിവേ വെള്ളത്തിന് എന്തോ ചെയ്യും എനിക്ക് തോന്നുന്നു. നമ്മളോട് ചായ ഒപ്പിക്കാൻ പോകേണ്ടി വരുമെന്ന്. പണിയായല്ലേ. ഞാൻ
ബക്കറ്റ് ഉണ്ടാക്കി തരാമെന്ന് എൻ്റെ വിശ്വാസം. ഇതെനിക്ക് ഹെയ്ബെല്ലാം ട്രേഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. ട്രേഡ് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ കുറച്ച് നമ്മൾ അന്ന് അവിടെ ഒരു ഇത് കണ്ടില്ലായിരുന്നു. 1 മിനിറ്റ് ഗൈസ്, 1 മിനിറ്റ്. എൻ്റർമാൻ പ്ലീസ് പോവല്ലേ, നിൻ്റെ എൻ്റർ ബോൾ എനിക്ക് വേണം. അന്ന് ഞാൻ തനക്കൊരു ഇതിനകത്തായിരുന്നു അതെൻ്റെ ഞാൻ അല്ലാതെ കളിക്കാൻ പോയിട്ടുണ്ട് ഗൈസ്. അതിനകത്താണോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒരു ബോട്ടുണ്ടാക്കി വെച്ചിട്ട് എൻ്റർമാൻ അത് പിടിച്ചിട്ട് കൊല്ലാന്ന് വെച്ച് എടുത്ത് വെച്ചപ്പോൾ കിട്ടിയ പണി എന്തുവാ നോക്കേ, എൻ്റർമാൻ പോയി. എന്നത്ര ബോട്ടിരിക്കണോ അതും പോയി. അല്ല അതൊന്നും എൻ്റർമാൻ പോകുന്നതിന് മുമ്പ് പോടാ. ഓക്കെ എൻ്റർമാൻ ഞാൻ വരുന്നത് എന്നെ കൂടെ അല്ല, സോറി നിന്നെ എനിക്ക് വേണോടെ നിൽക്കി. ഇവൻ എൻ്റെ തോന്നി പോകും അങ്ങനെ തന്നെ ഞാൻ എന്ത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കി അത് മഴഭാഗം കാണും. കുഴപ്പമില്ല, ഓട്ട് എപ്പോഴേലും കാണുമ്പോൾ അപ്പം തന്നെ പിടിക്കും. കേട്ടോ നിന്നെ ഓരോ എൻ്റെ കയ്യിൽ കിട്ടൂടാ. എൻ്റർപ്രൈസ് ഒരുപാട് ഉണ്ടാക്കുന്ന ആളാവൂടാ. എന്തോ ക്രീപ്പറായിരുന്നു തൊട്ട് പൊട്ടിക്കണം കുട്ടി. അതിനൊന്നും വലിയ ഡാമേജൊന്നും പറ്റിയില്ല. ഡാമേജ് പറ്റിയില്ല. അത് നമ്മൾ ഇതുവഴിയാണ്ട് പോകുമ്പോഴാണ് ആ ചെറിയ ബോസിനെ പോയി നമ്മൾ കണ്ടത്. ഇതുവഴിയല്ലായിരുന്നോ? ഇല്ല, ഇത് വില്ലേജിൻ്റെ ഉള്ള വഴിയാന്ന് തോന്നുന്നു. അപ്പം അത് അങ്ങോട്ടായിരുന്നു. മുന്നിലോട്ട് നോക്കട്ടെ, കുറച്ചൊന്ന് പോയി നോക്കാം. ഇങ്ങോട്ട് തന്നെ ആയിരുന്നു. നിൽക്കി കഴിച്ച് ഞാനില്ലേ അതിൻ്റെ ലൊക്കേഷൻ ഒന്ന് നോക്കട്ടെ. അപ്പം ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ -219, 130, -477. അപ്പം നമ്മൾ അതിനനുസരിച്ച് പോകണം. അപ്പം ഇങ്ങോട്ടാണോ? യെസ്, ഇങ്ങോട്ടാണോ ഗൈസ്? ഊഹം ശരിയായിരുന്നു. അപ്പം പറപ്പിച്ച് വിട്ടോ. നോട്ട് -219 എന്നിട്ട് 130 പോകണം. ആദ്യം 129 എന്നിട്ട് ഗൈസ് ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഫൈനലി ഗൈസ് തോണ്ടേ ഇരിക്കുന്നത് ചെറിയ ബ്ലോസിൻ്റെ വയോമ് ആ മൗണ്ടൈന്. ഞാനിവിടെ ഒരുപാട് നേരം അടഞ്ഞിരുന്നതാണ് ഗൈസ് വന്നത്. ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമുക്ക് അവിടെ നിന്ന് തന്ന അയം കിട്ടിയത് ഇവിടെ നിന്ന് അയം കിട്ടുമെന്ന് തോന്നുന്നു. പ്ലേസ് ആവാത്ത പ്ലേസ് അവിടെ അപ്പം നിങ്ങൾ വേണ്ട, നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാണ് എൻ്റെ ഈ റെഡ് ബെഡ്. ഞാനിവിടോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തത് എൻ്റെ ഈ ബെഡിലാന്നുള്ള കാര്യം. അങ്ങനെ 2 ഷീപ്പിനും അടിച്ച് കൂട്ടിച്ചിട്ട് അവിടെ കിടന്ന് രണ്ട് കളറായിരുന്നു. അങ്ങനെ ഈ പോപ്പി ഫ്ലവർ കുറേ എടുത്തിട്ട് ഞാൻ റെഡ് ഡൈ ആക്കി. 3 എടുത്ത് റെഡ് ഡൈ ആക്കി. അവസാനം 1 വന്ന് ഞാൻ അങ്ങനെ അടിച്ചപ്പോൾ രാത്രിയായപ്പോൾ വീട്ടിൽ പോകുമെന്ന് വിചാരിച്ചിരിക്കും. ഞാൻ പോയിട്ട് എൻ്റെ ബെഡ് എടുത്തിട്ട് ഈ ബെഡായതാണ് വെച്ചിരുന്നത് അവിടെ. ഞാൻ അവസാനത്തെ റെഡ് ഡൈ ഉണ്ട് ഇതൊന്ന് റെഡ് കളറാക്കി. ഇവിടെ ക്ലാസിക് ഭയങ്കര ബെഡാക്കി. എന്നിട്ട് ആ മറ്റേ 2 വൂളും റെഡ് ഡൈ ആക്കിയത് അവിടെ തിരിഞ്ഞ് വെച്ചിട്ട് വന്ന് അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പേടിച്ച് ബെഡിൽ വരാം. കയറാൻ കൊണ്ട് തിരുപ്പാണ് കയറാൻ. അങ്ങനെ പയ്യ കയറി വീട് പൊക്കോണ്ടിരിക്കും. ഇത്രയും പണിയുണ്ട്. എൻ്റെ കോപ്പിൾസോൺ കഴിയുന്നു. ഡോങ്കി കൗനെ കിട്ടണമെങ്കിൽ കരി കൊല്ലാം. ഈ ഡോങ്കിക്ക് എനിക്ക് തോന്നുന്നത് അവന് ഇത് തന്നെയാണ് നോക്കുന്നത്. നമ്മുടെ സാഡില് അറിയാൻ വയ്യ കൊല്ലം തോന്നുന്നു വയസ്സ് കാര്യം. ഓർമ്മയില്ല. ലാമയ്ക്ക് ഇതല്ലല്ലോ ശരിയാ. സാഡ് നോക്കാൻ പറ്റില്ല. ലാമയ്ക്ക് വേറെ എന്തോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. അത് നോക്കാം നമുക്ക്. സാഡ് ചോട്ടാ സിമ്പിളായി. ഞാനിപ്പോൾ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളിനകത്ത് കണ്ട് 1 അയണിങ് കോട്ടും 3 ലെതറും മതി. കൗവിനെ കണ്ടിന് കണ്ടുകഴിഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ ഒരുപാട് അയണുണ്ട്. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അയണെടുത്തത്. താഴോട്ട് വലിയ മഴ കുടിച്ചാൽ മതി. സൂക്ഷിച്ച് പോകണം.
എവിടെയെങ്കിലും പോയാൽ എനിക്കുണ്ടോ? ഇങ്ങോട്ട് ഒന്നും കൂടി വരേണ്ടി വരുമെന്ന് എനിക്കറിയാം ഗൈസ്. വന്നാലേ പറ്റൂ. മാത്രമേ ഞാൻ കിട്ടൂ. ഇവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ വെള്ളമുണ്ട്. ഞാനുണ്ട് ഇവിടെ. എമറാൾഡ് ഇരിക്കുന്ന ഗൈസ്. എമറാൾഡ് ഇത് വെച്ചാൽ ഓടിക്കുക. ഇവിടുത്തെ 3 ആണ്. എമറാൾഡ് കിട്ടിയ കിട്ടിയോ? കിട്ടി. എമറാൾഡ് കിട്ടി. കണ്ടിരിക്കുന്ന ഇത് എടുക്കാം. ഓ, ഇവിടെ ഇതൊരു പ്രശ്നമാണല്ലോ. അടച്ചു കൂട്ടാം. വെള്ളം ഇവിടെ വന്നല്ലോ. മൂന്നാമൊരു വഴി ഇപ്പൊ പണിയാവൂ. എന്തോ ഇപ്പൊ കുറച്ചും കൂടി പിടിച്ചെടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഓരോ ഡ്രൗണ്ട് കേറാമോട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്റെ ടോപ്പിന്നാ വരുന്നത്. എന്തോ ചെയ്യും? ഒരു മാങ്ങാവ് ചെയ്യുന്നുണ്ട്. ആയി പേടിക്കുന്നില്ല. വീണ മോനെ ടൗണിൽ അടിപൊളി ചത്ത് പൊട്ടിക്ക്. എനിക്ക് സിമ്പിള് പൊടി ഇതോടെ നോക്കുക. ഇങ്ങോട്ട് കയറി ചെന്ന് കൊടുത്താൽ മതി. ഈ വെള്ളത്തിൽ കളിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായി. അത് ഞാൻ എപ്പം കുഞ്ഞിരി വേണമെന്ത് പൊട്ടിക്ക്. അമ്മേ ഓയോ ചത്തി ഉമാരെന്ന് പണിയുണ്ട്. ഞാൻ ചാവും ഉണ്ടെന്ന്. ഓ, അതും ഫുൾ അയണാർമറൊക്കെ ഇട്ട് സോംബിയൊക്കെ വരുന്നത് തേഞ്ഞ് ചോദിച്ചുണ്ട്. കേറാ അങ്ങോട്ട്. ഒരു ഷോട്ട് തന്നോ ചെയ്യും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വെള്ളം കൂടെ സ്റ്റോപ്പ് ചെയ്യാൻ പോയി. എനിക്ക് ദേഷ്യം. എൻ്റെ വെള്ളം ഭയങ്കര ഹേർട്ട് ചെയ്യും. യെസ് പ്രശ്നം തീർന്നു. ഓക്കെ എനിക്കതെന്താ? ഓ, അവിടെ നിന്നും കൂടെ കേട്ടോ. ഓക്കെ മനസ്സിലായി.
വേറെ പണിയുണ്ട്. ആദ്യം ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്, ഇല്ലെങ്കിൽ അടുത്ത പണി അതിന് കിട്ടും. ഓക്കെ പൊട്ടിച്ചത് ബെഡ് കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ ഞാൻ ചെയ്യേണ്ടത് വെച്ചാൽ വണ്ടോട്ട് വരണം. പിന്നെ വെള്ളത്തിന് നമ്മൾ അതിന് വണ്ടിട്ട് കൊണ്ടുപോയിട്ട് വെള്ളത്തിന് ചെയ്യാൻ നമ്മൾ പോകുന്നതായിട്ട് നമ്മൾ ഏറ്റവും വെള്ളം തന്നെ കൊണ്ടുപോകും. ഗൈസ് എനിക്കിനകത്ത് ഒരുപാട് മോഡ് കൊണ്ടുവരണമെന്നുണ്ട് ഗൈസ്, മോഡ് വീഡിയോസ് ഈ ചാനലിൽ. അപ്പം നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് തന്നെ. ഫോണെത്തി ചെയ്യല്ലേ? ഓക്കെ ഇവിടെ തന്നെ ചാടി ഇവിടെ പ്രശ്നം മുഴുവൻ തീരും. അപ്പം ഇവിടെ മുഴുവൻ പോവും. യെസ് കഴിഞ്ഞ് പ്രശ്നം തീർന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കാണും എപ്പോഴും. ഇവിടെ എൻ്റെ അടുത്ത് എന്തുവാ ഇവിടെ എനിക്ക് സ്റ്റോപ്പ് ചെയ്ത് അമ്മേ ഞാനില്ല കയറാം അങ്ങോട്ട്. അയ്യോ അടുത്ത ടൗണിൽ സത്യം പൈസ ഇപ്പം തീരും. ഗൈസ് ഫൈനലി ചെയ്യുക. ഇതാണ് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. ഇപ്പം എങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ സീരീസ് തീർന്നു. കാരണം എനിക്ക് നല്ല വിഷമമുണ്ട് ഗൈസ്, നല്ല വിഷമമുണ്ട്. 7ാമത്തെ എപ്പിസോഡിൽ തന്നെ മരിക്കുന്നൊക്കെ പറഞ്ഞ വെച്ച് വിഷമമുള്ള കാര്യം തന്നെ. നമ്മൾ ഡൈ ആയ സ്ഥലത്തൂടെ തിരിച്ചൊന്ന് പോവാം ഗൈസ്. അങ്ങോട്ട് പോകണം പോയിട്ട്. പക്ഷേ ഞാൻ ആയൻ എടുക്കാൻ നിൽക്കാതെ വേറെ ആയൻ എടുക്കാൻ നിന്നെങ്കിൽ ഇപ്പം നാളെ അടുത്ത എപ്പിസോഡ് വന്നു. ഞാൻ കുഴപ്പമില്ല ഗൈസ്, എല്ലാം ഒരു വിധി. എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഐ ആം നോട്ട് ഇൻ മൈൻക്രാഫ്റ്റ്. എൻ്റെ അഹങ്കാരം കാരണം അതേ എടുക്കത്തോളെന്നുള്ള അഹങ്കാരം കാരണം ഇതൊക്കെ സംഭവിച്ചത്. മര്യാദയ്ക്ക് ഞാൻ മറ്റേതെടുക്കാൻ പോയായിരുന്നെങ്കിലോ. എൻ്റെ റിസോഴ്സ് അതൊക്കെ അവിടെ വീണ് കിടക്കുന്നു ഗൈസ്. പെട്ടെന്ന് ഇപ്പോൾ വാർഡിനായിട്ട് പോയി നല്ല വിഷമമുണ്ട് ഗൈസ്. എൻ്റെ വൂഫും മരിച്ചു ഗൈസ്. സോ ഫ്രസ്ട്രേറ്റഡ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാനാണ് മൈൻക്രാഫ്റ്റ്. ഞാൻ എന്ത് ചെയ്യാനാ. അങ്ങനെ ഈ ഒരു സീരീസ് അവസാനിച്ചു. ഒരു ട്രയൽ ചേമ്പറൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ട്രയൽ ചേമ്പർ ഇതൊക്കെ വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ. എൻ്റെ ബ്രാട്ടാ അവിടെ സ്നോ ഹോൾഡൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ട്രയൽ ചേമ്പറും എല്ലാ വിഷമമുണ്ട്. ഹാർഡ് കോർ സീരീസ് അവസാനിച്ചു. ഇതിലൊക്കെ ഒന്ന് നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ. പക്ഷേ ചെടിയിലെന്തോ അടുത്തത് താഴോട്ട് പോകും. കുഴപ്പമില്ല, നമ്മളിനി അടുത്ത സീരീസായിട്ട് വരും ഗൈസ്, നിങ്ങൾ പേടിക്കണ്ട. അതൊക്കെ അങ്ങനെ തന്നെ. എന്തായാലും ഒരു ദിവസം ഒരു ആൾക്കാർ സീരീസ് ചെയ്യും. എനിക്ക് 100 ദിവസം സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം ഒരു വട്ടം നമ്മൾ 100 ദിവസം സർവൈവ് ചെയ്യുന്നൊരു ഹാർഡ് കോർ സീരീസ് കാണും. അത് ഉറപ്പായ കാര്യമാണ്. അപ്പം ഇത് ഈ മലയ്ക്ക് ഇവിടെ തന്നെ കേട്ടോ. കുറച്ച് പമ്പിനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം
ഈ ഹാർഡ് കോർ സീരീസിൻ്റെ ഫൈനൽ എപ്പിസോഡ് ഇതാ. അപ്പം ഇതുകൊണ്ട് ഇവിടെ ഇതാ അവസാനിക്കും ഈ സീരീസ്. അടുത്ത സീരീസ് ഞാൻ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ നിങ്ങൾക്കെല്ലാം ടാറ്റ, ബൈ ബൈ, സി യു. ഞാൻ ഇപ്പോൾ ഒരു ഗോസ്റ്റാണ് ഗൈസ്. ഗോസ്റ്റ് വെറും തലമുറ ഗോസ്റ്റ്. ടാറ്റ, ബൈ ബൈ, സി യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.